Hey guys, welcome back to Life with Nandu. So, it's Sunday, so I thought of taking like a chill Sunday video or like a vlog series. So, that's starting. I hope you like this series. എല്ലാ ആഴ്ചയും കാണത്തില്ല, വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു ചിൽ സൺഡേ എങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ നോക്കാം. ഇപ്പം തന്നെ മണി 10 o'clock ആയി. അപ്പം 10:30 ആവാറായി സംഭവം. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. പരിപാടികളെല്ലാം രാവിലെ തന്നെ തീർക്കും. അപ്പോൾ അതുകൊണ്ട് ആ സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി കുറച്ച് പരിപാടി. ഫുൾ റിലാക്സ്ഡ് ആണ് ഇന്ന് അങ്ങനെ ഭയങ്കര ടക്ക് എന്ന് പറഞ്ഞുള്ളൊരു സംഭവം സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം ഇന്നത്തെ ദിവസം ഞാൻ വെക്കാറേ ഇല്ല. പൊതുവേ എനിക്ക് സൺഡേ എന്ന് പറയുമ്പം ഞാൻ എനിക്ക് തന്നെ ഫ്രീ ആക്കി വെച്ചേക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ദിവസം കാണാം. ഓക്കെ, ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ലാഗ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമുക്ക് ഉപ്പുമാവ്, പഴം ആൻഡ് ചായ. ഇന്ന് സൺഡേ ആയത് കാരണം ഇവിടെ വീട്ടിലുള്ളവർക്കും ഓഫ് ഡേ ആയത് കാരണം എല്ലാവരും ഇപ്പോൾ ഉപ്പുമാവും പുട്ടിലൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് ഉപ്പുമാവ് കഴിച്ച് സന്തോഷിക്കാം. എനിക്ക് ഉപ്പുമാവ് അങ്ങനെ കഴിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ എന്തായാലും ഉണ്ടാക്കിപ്പോയില്ലേ, അതുകൊണ്ട് പിന്നെ കഴിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് കഴിക്കുന്നു. ഈ ബുക്ക് വളരെ നല്ലൊരു ബുക്കാണ്. ഞാൻ കുറച്ച് നാളെ അതിന് തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല, ഹാഫ് ഡേ പോലും ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് റിയലി എ ഗുഡ് ബുക്ക്. സൈഡിൽ വെക്കൂ, അയച്ചോ. താങ്ക് യു പറയുമ്പോൾ എന്താ പറയാ? താങ്ക് യു പറഞ്ഞ യെസ്സാ? താങ്ക് യു പറഞ്ഞ യെസ് ആണോ? വെൽക്കം. തീത്തിരി തക്കരയാണോ? ആണോ? വെച്ചോ. എന്നെ നോക്കാൻ വേണ്ടേ? ഏത് മുട്ടായി വേണം? കിറ്റ്കാറ്റാണോ ഇഷ്ടം? എത്ര എണ്ണം വേണം? 1 2 3 എടാ, ഞാൻ കടയോടെ എടുത്തോണ്ട് വരേണ്ടി വരും ഇങ്ങനെ പോയാ. എനിക്ക് മുട്ടായി കച്ചവടം ഇല്ല. മുട്ടായി കച്ചവടം മിഹി ഹേ. 2 മതിയോ? 2 is okay? Okay, done. ഒരു എൻ്റെ ഫേവറേറ്റ് പരിപാടിയാണ് പിൻട്രസ്റ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. കുറച്ച് ഐഡിയാസൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടും. അല്ലാത്തതൊക്കെ എന്താ പറയുക, കുറച്ച് തപ്പി കണ്ടുപിടിക്കുന്ന ഐഡിയാസാണ്. ഇപ്പം യൂട്യൂബിലാണെങ്കിലും റീൽസിലാണെങ്കിലും എല്ലാം നോക്കാം. അപ്പോൾ എല്ലാവരുടെയും കുറേ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറും, ഇതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ മാറും. ഇപ്പം ഇങ്ങനെയാണ് എനിക്കിങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യണ പോലെ പിൻട്രസ്റ്റിൽ സ്ക്രോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഇന്ന്
ഉച്ചയ്ക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, മാങ്ങക്കറി ഉണ്ട്, ഇതിൻ്റെ പേരെന്തായിരുന്നു, കീരത്തോരൻ, ചോറ്, പിന്നെ എന്തോ ഒരു പുളിശ്ശേരി. ഇത്രയാണ് ലഞ്ച്. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് പറയുന്നത് ഈ സോൾഫ്ലവറിൻ്റെ റോസ്മേരി ലാവൻഡർ വിത്ത് അമല ഓയിലാണ്. ഇത് അത്യാവശ്യം നല്ല, ഇപ്പോൾ ഒരു 2 to 3 months ഞാൻ യൂസ് ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ല. കുറച്ചെടുത്ത് റൂട്ട്സിൽ തേക്കാം. തലയിൽ ഓയിലൊക്കെ ഇട്ട് അതൊരു 30 minutes വെക്കും സാധാരണ. ഞാൻ ടൈം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെക്കും. ഇല്ല, ഇപ്പോൾ ടൈമില്ലെന്നാണെങ്കിൽ ഒരു 30 minutes ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ ഈ 30 minutes ഞാൻ എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരു K-drama തുടങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് ഫ്രോസ്റ്റോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പം അത് കൊള്ളാം, നൈസാണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കാണാം. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 2 ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് വൈകിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ക്ലിപ്സും കൂടി ഞാൻ ആഡ് ചെയ്യാം. ഒരു ചെറിയൊരു ഔട്ടിങ് പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, വലിയ സംഭവമായിട്ടൊന്നുമില്ല. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, ആദ്യം പോയി നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം. അതായിരിക്കും നല്ലത്. പറഞ്ഞ പോലെ ഇത് K-drama അല്ല, ഒരു ചൈനീസ് ഡ്രാമ പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അതിൻ്റെ എപ്പിസോഡ് 26 വരെ എത്തിയിട്ടുണ്ട്. കുറച്ചധികം എപ്പിസോഡ്സ് ഉള്ള ഒരു സീരീസാണ്. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ എന്താ പറയുക, വേറെ ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം വർക്ക് ഫ്രം ഹോമും പ്ലസ് എല്ലാ സംഭവങ്ങളും ലാപ്പിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഡിവൈസസ് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം ഇങ്ങനെ കണ്ണ് ഭയങ്കര സ്ട്രെയിനായി തുടങ്ങി. പിന്നെ എനിക്ക് മൈഗ്രെയിൻ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക ബ്ലൂ ഗ്ലാസ്സസ് മേടിച്ചു. ഇത് ലെൻസ് കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത്, ഈ ഇടയ്ക്ക് മേടിച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പുതിയൊരു അവതാരം നിങ്ങൾ കാണുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെ എനിക്ക് പവറിന് പ്രശ്നമൊന്നുമില്ല, പവറൊന്നുമില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പം ഞാൻ പോയി കുറച്ച് നേരം കാണട്ടെ, എന്നിട്ട് ഒരു കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ഈ ഡ്രസ്സ് കുറച്ച് വലുതാണ്, അടിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ലോവർ സൈസ്ഡ് കുർത്ത എന്നുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തായാലും ലേറ്റായി, അപ്പോൾ ഞാൻ ഒട്ടെ. ഓക്കെ, ബൈ. ഞങ്ങളിപ്പോൾ ഉള്ളത് കുറവാങ്കാണുള്ള വേഫ് ഹൗസിലാണ്. അതെ, സൺഡേ ഈസ് ഫോർ ചീറ്റ് ഡേ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഷുഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് റാസ്ബെറി ഒരു മിൽക്ക് ഷേക്ക്, പിന്നെ ഒരു തിരാമിസു കോൾഡ് കോഫി ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു മിൽക്ക് ചോക്ലേറ്റ് വോഫിള്. ഇതിൽ റാസ്ബെറി നല്ലതാണ്. പിന്നെ തിരാമിസു വന്നിട്ട് ലൈക്ക് ഒരു കോഫിയുടെ നല്ലൊരു കിക്ക് വരുന്നുണ്ട്. ആൻഡ് വാഫിൾ വാസ് ഓൾസോ നൈസ്, ഒരു മീഡിയം റേഞ്ചുള്ളൊരു വാഫിൾ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പി റൈറ്റ് അടിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് സംഭവം. ഇതിൽ റാസ്ബെറി വളരെ നല്ല ടേസ്റ്റ്. നമ്മൾ ആദ്യം വിചാരിച്ചു ലൈക്ക് കയ്പ്പായിരിക്കും, എന്തെങ്കിലും ഒരു ഇത് വരും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. നല്ലതാണ്. പക്ഷേ വേറെ എന്തോ
എനിക്ക് വന്നു. എവിടെ കുടിച്ചിട്ടുള്ള പോലത്തെ ടേസ്റ്റ് എനിക്ക്. ഇതെന്താ തിരമസ? ഒരു കോഫിയുടെ ഒരു ഹൈ ഇതുണ്ട് അല്ലേ? ഒരു കോഫി നിറച്ച് നിൽപ്പുണ്ട്. ടോഫി അതന്നെ, അതിൻ്റെ ഒരു സംഭവം. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. തട്ടാണ് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പം പൊറോട്ടയും ചിക്കൻ ഫ്രൈ വിത്ത് കറിയാണ് നമ്മൾ ഈ തട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ആക്രാന്തം കൂടിപ്പോയി. അപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഓറഞ്ച് ആൻഡ് വാട്ടർമെലൺ ജ്യൂസായിരുന്നു. ഓറഞ്ച് ഇസ് ലൈക്ക് ഗുഡ്, പക്ഷേ വാട്ടർമെലൺ എനിക്ക് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്പോട്ട് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 ആയിരുന്നപ്പോൾ സ്ഥിരം ബസ് സ്റ്റോപ്പായിരുന്നു. ലൈക്ക് ആ വെള്ളയമ്പലം ശാസ്ത്രമംഗലം ആ റൂട്ടിലുള്ള ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ സെറ്റപ്പൊക്കെ മാറ്റി. അവിടെ ഇപ്പോൾ ക്യാമറാസ് ഉണ്ട്, അവിടെ പാട്ട് സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഞാൻ അപ്പോഴാണ് എനിക്ക് നൊസ്റ്റു അടിച്ചു ചെറുതായിട്ട്. സ്ഥിരം വഴിയൊക്കെ ആയിരുന്നു പണ്ട്. ഞാൻ തിരിച്ചെത്തി. ഒരു 9:30 10 ആയപ്പോഴത്തേക്കും തിരിച്ചെത്തി. ഇപ്പോൾ ടൈം 11:30 ആവാറായി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജേർണൽ ചെയ്യും, അതും കൂടി ഇനി ബാക്കിയുള്ളൂ ഇന്നത്തേക്ക്. ഞാൻ കഴിഞ്ഞൊരു റാൻഡം ഹോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനൊരു ജേർണൽ മേടിച്ചിട്ടുള്ള കാര്യം. അപ്പം ജേർണൽ ചെയ്യും, അത് ലാസ്റ്റ് ഒരു പരിപാടിയായിട്ട് ഞാൻ ചെയ്തിട്ട് കിടക്കുകയാണ് പതിവ്. നമുക്ക് സെൽഫ് ലവ് കാർഡ്സ് നോക്കാം. This is the card. Follow your dreams, they know the way. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഗിവ് അപ്പ് ചെയ്യണേക്കാട്ടിലും ഒന്നും കൂടി ട്രൈ ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവർക്കും ആദ്യത്തെ പ്രാവശ്യം കിട്ടണം എന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോവുക. അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യാമെന്നത് ഇറ്റ്സ് നോട്ട് ഗോണ ബി, എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഗോണ ബി വർത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതല്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, വാട്ട് ഡു യു വാണ്ട്, അവിടെയാണ് പ്രസക്തി. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ I hope you guys like this video. If you do, like, share, subscribe. If you made till the end, comment ഒരു white emoji. Okay, white emoji അല്ല, white heart emoji. Okay, അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ